സന്തോഷമായി. ഇപ്പൊ ഋതപ്പന് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ പഴയ മുടിയായിരുന്നു. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് കൊണ്ട് കാണിക്കും, അമ്മ ഇതുപോലെ ആകണേ എന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ കേൾക്കുമ്പോഴത്തേന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെയല്ല, നമുക്ക് ഇപ്പൊ അതിനുള്ള ഇതൊന്നും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ICUലായിരുന്നു ഇത്ര ദിവസം. ഒരുപാട് പേര് എന്നെ, ഒരുപാട് നല്ല ആളുകൾ എന്നെ വന്ന് കാണുകയും സഹായമൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, മരുന്നൊക്കെ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവരെന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ നിങ്ങളെ അത് ചെയ്യുന്നതും ഔട്ട്പുട്ടും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ രേണുസുധിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്, അവരുടെ മുടി വെച്ച് കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്ന് എനിക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴും മനസ്സിലായത്. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം കീമോ ചെയ്യുമ്പോഴും മുടി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല ആൾക്കാരും വിഗ് വെക്കാറുമുണ്ട്. അപ്പോൾ രേണുസുധി ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപടി മുന്നിൽ പോയിട്ട് ഋതപ്പന് വേണ്ടിയിട്ട് ഞാൻ വിഗ് വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ പല ചോദ്യങ്ങളുമായിട്ട് രേണുവിനെതിരെ വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴും രേണുവിനെ വന്ന് കാണുന്ന എല്ലാവരോടും രേണുവിനെ നന്ദിയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നലെ ഞാനിപ്പോഴും നമ്മളെ എന്താ പറയേണ്ടത്, ഏതോ ഒരു ഡ്രിങ്ക്സൊക്കെ അടിച്ചിട്ട് മല്ലു ജേഡിയ ഒരു മോഹൻലാലാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ, മുകേഷ് എം നായർ വന്നപ്പോഴും ഭയങ്കരമായിട്ടുള്ള നന്ദിയും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചത് കണ്ടതുകൊണ്ട് ചോദിക്കുകയാണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നന്ദിയൊക്കെ പറയേണ്ട ഉള്ള പല ആൾക്കാരും ഉണ്ട്. അവരോടൊന്നും ഈ ഒരു സമീപനം കണ്ടിട്ടില്ല. പക്ഷെ അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, കാരണം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അത് ഏതിനോടും എന്തിനോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ആരെയും നമ്മൾ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ വേറെ ഒന്നും പാടില്ല. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും രേണുവിന് ഒരു സൗജന്യം കൊടുക്കുന്നത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിൻ്റെ ഇപ്പോഴത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ ഇവർ ഇത്രയും നാൾ ഇതേപോലെയാണോ നടന്നത്, അല്ലെങ്കിൽ ഇത്രയും നാൾ ഇതുപോലെ നന്ദി ഉണ്ടായിരുന്നോ? നമുക്കെല്ലാവർക്കും അറിയാം, ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയത്നിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറഞ്ഞ രേണു ഇപ്പോഴും ഒരു വിഗ് വെച്ച് തന്നപ്പോഴും നന്ദിയുള്ളവളാകണമെങ്കിൽ രേണു ഒരുപാട് മാറിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഒരുപാട് മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന് ഇപ്പോഴും കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങി. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനൊന്നും മനസ്സിലായിട്ടില്ല. ആ വീട് വെച്ചപ്പോഴോ അല്ലെങ്കിൽ ആ വീട് ചോർന്നൊലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ നല്ല രീതിയിൽ, അതായത് അവർ വെച്ചു കൊടുത്ത സാധനം ഇതാണ്, അവരുടെ പൈസയും അധ്വാനവും മുടക്കിയിട്ട് അവർ വെച്ചു കൊടുത്തതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതാരും ഉത്തരവിട്ടൊന്നുമല്ല, വെച്ചു കൊടുക്കല അവിടെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. അവർ പൈസയും അധ്വാനവും ഇട്ടിട്ട് അവർ എടുത്തു കൊടുത്ത ആ വീടിന് പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, അന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഫ്രീ തന്നതല്ലേ, ഞങ്ങളുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഫ്രീ തന്നതല്ലേ എന്നുള്ള അർത്ഥത്തിൽ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ അവരുമായിട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപരമായ അവസ്ഥയിലൂടെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെ നന്ദി ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, വിഗ് വെച്ച് തന്ന ആളോടും പിന്നെ കാണാൻ വരുന്നവന്മാരോടും ഒരിക്കലും നന്ദി കാണിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ, അവന്മാരൊക്കെ ഫെയിമിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഈ കാണാൻ വരുന്നവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രേണുവിനെ കണ്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നല്ലത് മോളെ എന്ന് പറഞ്ഞ് അവരെ ചാനലിലും പോകും. ഞാനിപ്പോഴും കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു സംഭവമായത്, രേണുവിൻ്റെ അടുത്ത് വരിക, രേണുവുമായിട്ടിരിക്കുന്ന ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ എന്നിട്ട് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് എനിക്ക് തോന്നുന്നത് അങ്ങനെ പുറത്തു നിന്നും വന്ന ആൾക്കാരൊന്നും അങ്ങനെ അടുത്തു പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരമായിട്ട് സന്ദർശനങ്ങളോ ഇതൊന്നും പാടില്ലാത്ത ഒരവസ്ഥയാണ് രേണുവിന്. അപ്പോഴാണ് ഇവിടെ കുറേ പ്രഹസനങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരുപാട് പേര് പോയിട്ട് ഈ ഒരു വീട്ടിലേക്ക് പോകുന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടുള്ള ഫോട്ടോസ് പുറത്തു വിടുന്നു. അതൊരു മത്സരമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും. അതായത് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന കുറച്ച് കൂട്ടങ്ങൾ വന്നിട്ട് ഈ ഒരു കാര്യം, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ ICUലേക്ക് മാറ്റേണ്ടി വരും ചിലപ്പോഴേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് അതിനുള്ള ആ ഒരു അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ, അവർ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും.
അതുകൊണ്ടാണ് പറയുന്നത് സന്ദർശകരെ പരമാവധി അകറ്റി നിർത്തുക. എന്തെങ്കിലും സഹായമോ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ തന്നെ രേണുവിനെ കണ്ടൊരു ഫോട്ടോ ഇട്ടിട്ട് മാത്രം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലോ ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രേണുവിനെ കോൺടാക്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നല്ലാതെ ഇത് പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനം കാണിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രേണുവിൻ്റെ ആ ഒരു നന്മ അത് ഇനിയും അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്നാണ്. ഇപ്പോൾ ഋതപ്പന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ചെറുക്കന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയുടെ ആ ഒരു ചാക്കിലാക്കിയ ആ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടിയ മെഡലുകളെല്ലാം ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും ഒരു വലിയ സന്തോഷം തരുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യന് സ്നേഹത്തോടു കൂടിയിട്ട് അയാൾക്ക് കിട്ടിയ ഉപകാരങ്ങളാണ്. ആ ഉപകാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, ഇപ്പോൾ പല വീടുകളിലും പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉപകാരങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചാക്കിൽ കെട്ടി വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ആ ഉപകാരങ്ങളും കൂടി ഇനി നല്ലൊരു സ്ഥലത്ത് വെക്കണം. കാരണം എന്താ, അയാൾക്ക് വേണ്ടിയിട്ട് കിട്ടിയൊരു വീടാണ്. അത് മറക്കുകയും ചെയ്യരുത് നമ്മൾ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അതുപോലെ സുധിയുടെ ഉപഹാരങ്ങൾ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് കിട്ടിയൊരു വീടാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് സ്മരണ വേണം. സ്മരണയില്ലാതെ ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇതുപോലെയുള്ള പ്രഹസനങ്ങളുമായിട്ട് വീഡിയോയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഈ മുടി വെക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷകരമാണ്. പക്ഷേ ഇത് പരസ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വളരെ മോശം എന്നേ ഞാൻ പറയുള്ളൂ. അതായത് അവർ ചെയ്ത് തന്ന കാര്യത്തിന് ശരിയാണ്, എനിക്ക് ഇതൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല എന്ന് സ്നേഹപൂർവ്വം വേണമെങ്കിൽ വന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ വേണമെങ്കിൽ അത് വെച്ച് തന്നോട്ടെ, എനിക്ക് വെച്ച് തന്നതിന് ശേഷം വേണമെങ്കിൽ പറയാം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസ് ഒന്നും വളരെ മോശമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം അവരെടുക്കുന്നില്ല, യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അത് ഉറപ്പാണ് അടുത്ത്. അപ്പോൾ രേണുവിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അസുഖത്തിൻ്റെയും കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യുക. കൂടുതലായിട്ട് ഇതുപോലെയുള്ള പരസ്യങ്ങളിൽ പോയിട്ട് വീഴാതിരിക്കുക. അതായത് പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ പറയാൻ എൻ്റെ രോഗം ഒന്ന് ശരിയാകട്ടെ. അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ പോയിട്ട് ഈ പരസ്യവും ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ കാണിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ തന്നെ എന്ത് പ്രഹസനമാണിത് എന്ന് ചോദിച്ച് കൂടെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാളുടെ തകർച്ച കാണണം എന്നുള്ള തരത്തിലൊരു വീഡിയോയും എടുക്കരുത്. അതായത് കിച്ചു എന്ന് പറയുന്നവനെ അയാളുടെ വഴിക്ക് വിട്ടെ, അയാളുടെ പാട്ടിന് പോട്ടെ, അയാൾ വെയിറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഇനി എന്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലസുതി എന്ന് പറയുന്ന അയാളുടെ മകനാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ അച്ഛൻ്റെ എല്ലാ കാര്യത്തിലും അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ചെറിയ തോതിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാനത് പിന്നൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതായത് അച്ഛനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋതപ്പന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ള ക്യാപ്ഷൻ പരമാവധി ഒഴിവാക്കുക. അങ്ങനെയാകുമ്പോഴും പല ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. വേറെ ഒന്നുമല്ല, രേണു എന്ന് പറയുന്ന ഒരു അമ്മ ചെയ്യാതിരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും നമ്മളിപ്പോഴും കടക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കറിയാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല റീച്ച് കൂടും. അല്ലാതെ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ഈ എന്താ പറയുക മുടി വെക്കുന്നതും വിഗ് വെക്കുന്നതും അതുപോലെ മേക്കപ്പ് ഇടുന്നതും ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അങ്ങ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഈ മേക്കപ്പിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഉപയോഗമാണ് പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയാക്കിയത് എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ നല്ല രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിപണിയിൽ ഇറക്കിക്കൊണ്ട് അവർ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന മലയാളികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗിയായിട്ട് പല ഹോസ്പിറ്റലുകളിലും പോകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർമാരുടെ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ, വെളുത്തിട്ട് മാറാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ചുണ്ടിലൊക്കെ അടിച്ചു വെക്കുന്ന പുട്ടികൾ, മുഖത്തടിച്ചു വെക്കുന്ന പുട്ടികൾ, പെയിൻറ്റിനെക്കാട്ടി മാരകമായിട്ടുള്ള വിഷം കലർന്ന സാധനമാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാതെ തൻ്റെ രോഗം ഇങ്ങനെ വന്നു എന്നുള്ളതല്ല, തൻ്റെ രോഗത്തിന് ഇങ്ങനെയാണ് ഇപ്പോഴും ചെയ്യുന്നത്, ഇതാണിപ്പോഴും ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരട്ടെ. ഏതായാലും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.